നീ ഇങ്ങനെ ടെൻഷൻ ആവാതിരി, ഹാപ്പി ആയിട്ടിരി. അല്ല അതല്ലടാ, ആ കൊച്ചിനെന്നെ ഇഷ്ടപ്പെടുകൂടാ. ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊക്കെ രണ്ടാമത്തെ കാര്യമാ. ആദ്യം അവിടെ ചെന്ന് എന്തൊക്കെ തിന്നോണ്ടെന്ന് അറിയണ്ടേ? നീ ആഹാരം എന്റെ ജീവിതം കൂടെ വെച്ച് കമ്പയർ ചെയ്യൽ എന്റെ ആശ്രയ 35 വയസ്സായി എനിക്ക്. നിനക്ക് അതുമല്ല അറിയണോ? ഒരു കൂട്ടുകാരൻ ചെയ്തു തരാനുള്ള എല്ലാ കടമകളും ഞാൻ നിനക്ക് ചെയ്തു തരുന്നുണ്ട്. ഞാൻ നിന്റെ അച്ഛനല്ലോ ആരെയും മുട്ടായി ഇടിച്ചോടിച്ച് നിന്നെ 25ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടിച്ചാണ്. അതൊക്കെ വിടറാ, അവക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? ഞാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഒന്ന് പറഞ്ഞാ. നീ ഒരുപാട് സംസാരിക്കാൻ നിൽക്കരുത്. അതെന്ത്? ഒരുപാട് സംസാരിച്ചാൽ നിന്റെ സ്വഭാവം ഒരു തിരിച്ചറിയും. അത് വേണ്ട, പെണ്ണ് കിട്ടേണ്ടതല്ല. അല്ല അപ്പൊ പെണ്ണിന്റെ അച്ഛൻ എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാ ഞാൻ എന്തോ പറയട്ടെ? നിനക്ക് ഒരുപാട് സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അങ്ങനെ അതുണ്ട് ഇതുണ്ട്, നീ സൂപ്പറാണ്, അങ്ങനെ എല്ലാം അടിച്ചിറക്കി വേണം. ആ മിക്സറിന്റെ കപ്പലണ്ടി തെറിച്ച് വേണം ഫ്രണ്ട് ഇരിക്കുന്ന അമ്മാരി അടി അടിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ വീടിന്റെ പടി തൊഴുത് പോയിട്ട് അവളുടെ അച്ഛന്റെ കാലിലൂടെ വീഴട്ടാ. നീ അമ്പലത്തിലാ ചെന്ന് കയറുന്നത്. നീ അന്ന് ആ വീട് കഴുകി അവിടുത്തെ കാറെല്ലാം കൂടെ കഴുകി തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഒരു ഉമ്മ എടുത്തിട്ട് ഇറങ്ങി ഓടിക്കളാ. എന്റെ +2 മാർക്കിനെയൊക്കെ കുറിച്ച് ഞാൻ അവളെ അച്ഛനോട് സംസാരിക്കട്ടെ. ദേവ, നീ നിന്റെ വിദ്യാഭ്യാസം അവിടെ ചെന്ന് ഇറക്കല്ലേ. ആ കെട്ടാമണ പെങ്കൊച്ച് പുസ്തകം തിന്നുന്ന പെങ്കൊച്ച്. ഞാൻ പറഞ്ഞു ഒരുപാട്, നീ വാ ഉറക്കല്ലേ എന്ന്. അല്ലെ എനിക്ക് ഉള്ളതല്ലേടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യും, കുറച്ചേരം നീ അവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കും. നീ അച്ഛനെ വീഴ്ത്തുന്ന സമയത്ത് ഞാൻ അവരെ അമ്മയെ വീഴ്ത്താൻ നോക്കാം. നീ അച്ഛനെ അമ്മയെ വീഴ്ത്തുന്ന സമയം കൊണ്ട് ആ പെങ്കൊച്ചിനെ വീഴ്ത്താൻ നോക്കടാ. ഇനിയിപ്പൊ എന്തോന്നായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സ്ത്രീധനം ഒന്നും വേണ്ട. ആ വീടും പേരോടെങ്കിൽ എന്റെ പേരിലോട്ട് എഴുതി തരാൻ പറയാം. അത് മതി. വീടും പേരിടോ? എടാ ആദ്യം ആ പെങ്കൊച്ചിൽ നിന്നെ ഇഷ്ടപ്പെടാൻ നോക്ക്. ഒരുമാതിരി ദജ്ജാലായിട്ട് വന്നിരുന്നിട്ട് വീടും പേരേടോ. എടാ ഇത് അങ്ങനെയല്ല, അവര് സ്നേഹത്തോടെ നമുക്ക് എന്തെങ്കിലും തരൂലേ, അത് വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ്. അച്ഛനച്ചാ അതിനിപ്പോ എന്താ, അത് കുഴപ്പമില്ല, പ്രശ്നമുള്ള കാര്യമല്ല, ജീവിതമല്ലേ, അതൊക്കെ സംഭവിക്കും. ശരി അച്ഛാ, ശരി ശരി ശരി. എന്താ അവളെ വിളിച്ചോടിയാ. എന്തായാലും ഒരുങ്ങി ഇറങ്ങിയല്ലേ, നീ എന്നെ ബസ് സ്റ്റോപ്പിലോട്ട് നിർത്ത്, ഞാൻ ആരെങ്കിലും ഒന്ന് കാണട്ടെ. ശരി.